ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞ് ഇന്ന് സാധാരണ മോര് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അരപ്പങ്ങ് ചൂടാക്കി വെച്ചതാന്നേ. ഇത് 10 രൂപയുടെ പാക്കറ്റ് 2 പാക്കറ്റ് തൈരാട്ടോ, മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. അതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു സുഖവും ഒരു മനസമാധാനം, എന്തൊരു സന്തോഷമാണെന്നറിയാമോ. അങ്ങനെ അതൊക്കെ അങ്ങ് ഒഴിച്ച് അത് കലക്കി ചൂടാക്കി അങ്ങ് വെച്ച് കേട്ടോ, മോര് കറി ആക്കാമെന്ന്. പിന്നെ നമ്മൾ ഈ ഉലുവ പൊടിച്ചിടുമല്ലോ, അതിന് വേണ്ടി കുറച്ച് ഉലുവ ഒന്ന് ചൂടാക്കി എടുത്തതാട്ടോ. പിന്നെ താളിക്കണ്ടേ, താളിച്ച് പിന്നെ ഒഴിച്ചാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അടുക്കളയാകുമ്പോൾ പൊട്ടിത്തെറികളും കുറ്റം പറച്ചിലുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് താളിച്ചൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രിയിലത്തേക്ക് നമുക്ക് ദോശയും തക്കാളി ചട്നിയും ആകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെ തനിത്തനിയായി വെച്ചിട്ടുണ്ടെങ്കിലും ഇച്ചിരി പുളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒരേ ചട്ടി തന്നെ കിടന്ന് ഉരുളേണ്ട സാധനങ്ങളാണ്. അങ്ങനെ പിന്നെ ഇച്ചിരി തേങ്ങായി ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ തമിഴ്നാട്ടിൽ ഈ കടലപ്പരിപ്പ് വറുത്തിടും, ഉഴുന്ന് വറുത്തിടും, അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ, പല രീതിയിലാണ്. പക്ഷേ ഞാൻ ഇത് പെട്ടെന്ന് സിമ്പിളായൊരു തട്ടിക്കൂട്ട് തക്കാളി ചട്നി കേട്ടോ. പിന്നെ ഞാനിന്ന് കടയിൽ പോയായിരുന്നേ, മലക്കറി കടയിൽ. നമുക്ക് നോമ്പായതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ചിലവാകത്തില്ല. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് മോര് കറിയും ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാൻ പോയതാന്നേ. അങ്ങനെ പിന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുക്കിപ്പറക്കി മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അതിൽ ഓരോ സാധനത്തിൻ്റെ വില ഞാൻ പറയാം. അപ്പം നമുക്ക് കുറച്ച് മതിയല്ലോ സാധനങ്ങളൊക്കെ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ആവശ്യത്തിന് പെട്ടെന്ന് പോയി കട അടുത്തായതുകൊണ്ട് പെട്ടെന്ന് വാങ്ങിക്കാം. ഈ ബീൻസും ക്യാരറ്റും കൂടെ 10 രൂപയാട്ടോ. പിന്നെ ഈ നാരങ്ങ 10 രൂപയാട്ടോ. പിന്നെ ഇതൊരു കിലോ ഉരുളക്കിഴങ്ങ് 30 രൂപ. ഇത് 5 രൂപയുടെ പച്ചമുളക് കേട്ടോ. പിന്നെ കാണുന്നത് ഈ ബീൻസ്, നമ്മുടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ബീൻസ് ഇല്ലയോ, ഇത് ഞാൻ 1/4 കിലോ ചോദിച്ചപ്പോൾ പറഞ്ഞ് 1/4 കിലോ 20 രൂപയാന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് 1/4 കിലോ വേണ്ട, എന്ന് വെച്ചാൽ നമ്മളൊരു ചുമ്മാ ചപ്പാത്തിക്ക് ഒരു കുറുമ മാതിരി വെക്കുവാണെങ്കിൽ അതിന് ഒത്തിരി ഒന്നും വേണ്ടല്ലോ, അങ്ങനെ 10 രൂപയ്ക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതും 10 രൂപയാട്ടോ. അപ്പം മൊത്തം കണക്ക് എത്രയായെന്ന് നോക്കിക്കേ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ 100 രൂപ കൊണ്ടുപോയി, പക്ഷെ ബാക്കിയും കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ തക്കാളി ചട്നിയൊക്കെ സെറ്റാക്കി അങ്ങനെ ദോശയൊക്കെ ചുട്ടു, തക്കാളി ചട്നിയൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, പ്ലീസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം.